ഗൈസ് ഇതാ നമ്മള് മദീന വാൾ നമ്മൾ മദീന വാളിലേക്ക് പോയിരുന്നു. അജു വന്ന 2 ദിവസം മുമ്പ് നാട്ടിൽ നിന്ന് വന്നത്. നാട്ടിൽ നിന്ന് വന്നിട്ട് ചെരുപ്പൊന്നും വാങ്ങേണ്ട വന്നു. എന്നോട് പറഞ്ഞു ചെരുപ്പ് വേണം. ഞാൻ പറഞ്ഞു വന്ന മദീന വാളിൽ പോയാൽ മദീന വാളിൽ കിട്ടാത്തൊന്നുമില്ല. നമ്മൾ മദീന വാളിലേക്ക് നടക്കുന്നു. നോക്കുമ്പോഴത്തേക്ക് മുന്നിലത്തെ വശം പൂട്ടിയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തെ വശത്ത് വഴി ഉണ്ടാവും. അതിലോട്ടേക്ക് കയറാൻ വേണ്ടി നമ്മൾ വഴി നോക്കിയത്. അങ്ങനെ നമ്മൾ വഴി കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കയറി പറഞ്ഞാൽ സ്റ്റിക്ക് ഓപ്പൺ ആക്കി അവിടെ അജു തലയിൽ കൈ വെച്ച്. അങ്ങനെ മദീന വാളിന്റെ ഉള്ളിലത്തെ രസം കണ്ടിട്ട് ഉള്ളിൽ ഫുള്ള് വീഡിയോ എടുക്കാന്ന് വെച്ചു. അങ്ങനെ വീഡിയോ എടുത്ത് നമ്മൾ എസ്കലേറ്ററിൽ കയറി. അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തി. മുകളിലെത്തുമ്പോഴത്തേക്ക് അജുവിനെ തന്നെ എല്ലാവരും നോക്കുന്നു. കാണുന്നില്ല വണ്ടി എടുക്കത്തെ ലുക്കാണ് ഭയങ്കര വെളുപ്പ്. BTS നാട്ടിൽ പോയിട്ട് വെളുത്തിട്ടാ വന്നിന്. ഇവിടുന്ന് പോകുമ്പോൾ കറുത്തിട്ടുണ്ടായിനി. നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തൊരു വെളുപ്പ്. പണിക്കൊന്നും പോകാത്തതുകൊണ്ട് നല്ല രസം തന്നെ. ഫുൾ അടിച്ചുപൊളി തന്നെ ചങ്ങായി നാട്ടിൽ. അങ്ങനെ നമ്മൾ സാധാരണക്കാരന്റെ മാക്സിൽ എത്തിയിട്ടാ. മാക്സി കയറുമ്പോൾ തന്നെ അജു നേരെ ചെരുപ്പിന്റെ നോക്കാൻ പോയിരുന്നു. ചെരുപ്പ് കാണാനായിട്ട് ചങ്ങായി തലയിൽ എൻജോറിയുന്നുണ്ട്. എന്താ അറിയില്ല പേരുണ്ടോന്നൊന്നും അറിയില്ല. അങ്ങനെ ചെരുപ്പ് കണ്ടട്ടാ. അങ്ങനെ ചങ്ങായി ചെരുപ്പ് നോക്കാൻ തുടങ്ങി. ചെരുപ്പ് കാലിട്ട് നോക്കുന്നുണ്ട്. ഒന്നാമത്തെ ചങ്ങായി ഇട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടമായി കേട്ടോ. രണ്ടാമത്തെ ചങ്ങായി ഇട്ട് നോക്കി. എനിക്കും ഇഷ്ടമായി ഓനക്കും ഇഷ്ടമായി. അങ്ങനെ ചങ്ങായി ആ ചെരുപ്പ് എടുത്ത് അതിന്റെ അടുക്ക് ആ ഷൂവും കണ്ട്. ഷൂ കണ്ടിട്ട് ചങ്ങായിയുടെ കണ്ണ് മേൽപോട്ടായി. അങ്ങനെ ഷൂ ഇട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇട്ടോക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമായിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമായാലും എടുത്തോന്നു. അങ്ങനെ ഓൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമായിട്ടില്ല, ലോക്കലാന്ന് തോന്നുന്നു. അങ്ങനെ ഷൂ എല്ലാം ഇട്ട് നോക്കിയിട്ട് വലിയ വൃത്തിയൊന്നും കാണാതെ ആടെ തന്നെ വെച്ചു. പിന്നെ എല്ലാവരും പോലെ തന്നെ ചങ്ങായി കണ്ട് ഡ്രസ്സിലേക്ക് പോയി. ഡ്രസ്സിൽ പോയിട്ട് ചങ്ങായിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ആർന്ന് തിരിഞ്ഞ് വിളിച്ച് എന്നോട് പറഞ്ഞു വാ നമുക്ക് ഫുള്ളൊന്ന് കറങ്ങാം. അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് അങ്ങനെ തീരുന്നില്ല, ഇത് കുറെ കറങ്ങാനായിട്ട് കുറെ നടക്കാണ്ട് കാലം പേനെടുക്കുന്നു. അങ്ങനെ ഓൻ പറഞ്ഞു എന്നാൽ കുറച്ചും കൂടി നടന്നിട്ട് നമുക്ക് പോവാം. അങ്ങനെ ഞാൻ കുറച്ചും കൂടി നടന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി. അങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് എസ്കലേറ്റർ ഓൺ ആകുന്നില്ല. എസ്കലേറ്റർ ഓൺ ആകാത്തതുകൊണ്ട് ഒരു ചെക്കൻ്റെ ഒഴുകി കളിക്കും. ചെക്കൻ നമ്മളെ പെരടിക്ക് വേണ്ട ആവശ്യം നമ്മ അടുത്തൊന്നും പോയിട്ടില്ല. അങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ പെർഫ്യൂം അടിച്ചിരുന്നു. അയാൾക്ക് കച്ചവടാൻ വേണ്ടി പോന്ന വയ്യെല്ലാം മണത്തോട്ട് വെച്ച് ഞാനത് ഒഴിവാക്കില്ല. അങ്ങനെ മദീന വാളിന്റെ കവാടം തുറന്നു. നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഉള്ളിലത്തെ തണുപ്പ് കൊണ്ടിട്ട് പുറത്തിറങ്ങി ഭയങ്കര ചൂട്. അങ്ങനെ അജുനോടൊന്ന് അഭിനയിക്കാൻ പറഞ്ഞു. ഞാൻ ജീവിച്ച് കാണിച്ചു. അപ്പൊ ശരി, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അജു റൂമിൽ പോയിട്ട് ചെരുപ്പിട്ട് നോക്കും, പോയിട്ട് പുറത്തിറങ്ങും. വേറെ എന്ത് ചെയ്യാൻ? ഓക്കെ ബൈ, നാളെ കാണാം.